അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും വശഖ്ബാറക്കും അസാക്കും തയ്യിബീൻ. ഖല്ലി, അതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ രണ്ടാമത്തെ അർത്ഥവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ തുടർന്ന് മനസ്സിലാക്കാം. മർഹബൻ ബിക്കും ഇലാ ഖനാതി തഅല്ലമൽ അറബിയ്യ മഅ ഫൈസി. ഖല്ലി എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഒഴിവാക്കുക, വിടുക, വിട്ടുകളയുക എന്ന അർത്ഥത്തിലാണ്. ശരിക്കും ഖല്ലി എന്നത് നമ്മൾ മനസ്സിലാക്കി, അതൊരു കൽപ്പനക്രിയയിലുള്ള വാക്കാണ്. അതിൻ്റെ ശരിയായ വാക്ക്, അതായത് പാസ്റ്റ് ടെൻസിലുള്ള വാക്ക് ഖല്ല എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഖല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി എന്നാണ്. ഓക്കെ, ഖല്ലി എന്ന് പറഞ്ഞാൽ ഒഴിവാക്ക്, വിട്ടുകള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ നമുക്ക് ഖല്ലിയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അപ്പോൾ വിട്ടുകള, ഒഴിവാക്കുക. നമുക്ക് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് എന്ന് പറയും, ലീവ് ഇറ്റ്, അല്ലെങ്കിൽ ലീവ് മീ അലോൺ, ലെറ്റ് ഇറ്റ് ബി എന്നൊക്കെ നമ്മൾ പറയും. അതായത് അതങ്ങനെ അങ്ങോട്ട് വിട്ടേക്ക്, അതങ്ങനെ ഇരുന്നോട്ടെ എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ലീവ് എന്ന അർത്ഥത്തിൽ, അതായത് കൽപ്പനക്രിയയിൽ അതങ്ങോട്ട് വിട്ടുകള എന്ന അർത്ഥത്തിൽ നമുക്ക് ആദ്യം ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം തന്നെ, എന്നെ ഒന്ന് വെറുതെ വിട് നമ്മൾ പറയും, ലീവ് മീ അലോൺ, ശല്യപ്പെടുത്താതെ എന്നെ ഒന്ന് വെറുതെ വിട്. അതെങ്ങനെയാണോ പറയാം? ഖല്ലിനി ലഹാലി എന്ന് പറയാം. ഖല്ലിനി ലഹാലി, ഖല്ലിനി എന്ന് പറഞ്ഞാൽ എന്നെ വിട്, ലീവ് മീ. ലഹാലി എന്ന് പറഞ്ഞാൽ എലോൺ എന്നാണ്. ഓക്കെ, ലഹാൽ എന്നുള്ളത് എലോൺ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്, ഒറ്റയ്ക്ക് എന്ന അർത്ഥത്തിൽ. ഇപ്പോൾ ലഹാൽ എന്ന വാക്ക്, ഇപ്പോൾ നീ ഒറ്റയ്ക്കാണോ, ഇൻസ് ഹാലക് എന്ന് ചോദിക്കും. ഇൻസ് ലഹാലക്, നീ ഒറ്റയ്ക്കാണോ ഇന്ന്, അല്ലെങ്കിൽ പിന്നെ ഫിദ്ദവാം ലഹാലക്, ജോലിയിൽ നീ ഇന്ന് ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ലഹാൽ എന്നത് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ശരി, അപ്പോൾ ഖല്ലിനി ലഹാലി എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിട്, ലീവ് മീ എലോൺ എന്നാണ്. ശരി, ഇനി അതവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുമല്ലോ. ഖല്ലിഹിന, ഖല്ലിഹിന എന്നാണ്. ഖല്ലിഹിന രണ്ട് വാക്കാണ്. അപ്പോൾ അത് ഒരുമിച്ച് പറയുമ്പോൾ ഖല്ലിഹിന എന്ന് പറയാം. ഖല്ലിഹിന എന്ന് പറഞ്ഞാൽ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയാം. അതവിടെ വെച്ചേക്ക്, അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ, ലീവ് ഇറ്റ് ഹിയർ, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയാനാണ് ഖല്ലിഹിന എന്ന് പറയാൻ. അവനെ ഒന്ന് വെറുതെ വിട്, അവനൊന്ന് വെറുതെ വിട്. ഖല്ലി ലഹാല, ഖല്ലി ലഹാല, അവനെ ഒന്ന് വെറുതെ വിട്. ഖല്ലി ലഹാല, അവളെ ഒന്ന് വെറുതെ വിട്, ലീവ് ഹെർ അലോൺ, അവളെ വെറുതെ വിട്ടേക്ക്. ഖല്ലിഹ ലഹാലഹ എന്നാണ്. ഖല്ലിഹ ലഹാലഹ. ഓക്കെ, ഖല്ലിഹ ലഹാലഹ, അവരെ വെറുതെ വിട്ടേക്ക്. എങ്ങനെ പറയാ? ഖല്ലിഹിം ലഹാലഹും, ഖല്ലിഹിം ലഹാലഹും, അവരെ വെറുതെ വിട്ടേക്ക്. ഖല്ലിഹിം ലഹാലഹും, അവരെ വെറുതെ വിട്ടേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഈ ഖല്ലി എന്ന വാക്ക് ചിലപ്പോൾ അറബികളൊക്കെ കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് അവർ പറയാറുണ്ടാവും ഖല്ലി ഖല്ലി എന്ന് പറയാറുണ്ടാവും. ഖല്ലി ഖല്ലി, അത് എന്ന് പറഞ്ഞാൽ അത് വിട്ടേക്ക് വിട്ടേക്ക് എന്നാണ്, അല്ലെങ്കിൽ അതവിടെ വെച്ചേക്ക് എന്ന അർത്ഥത്തിൽ ഖല്ലി ഖല്ലി എന്ന് പറയാറുണ്ട്. അതിപ്പോൾ വേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന അർത്ഥത്തിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഖല്ലി ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓരോന്ന് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ആ പ്രിൻ്റർ തൊട്ടടുത്ത് സൗദി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രിൻറ്റ് വരുന്ന സമയത്ത് സൗദി എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും ഖല്ലി ഖല്ലി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എടുക്കേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ എന്ന അർത്ഥത്തിൽ, ലീവ് ഇറ്റ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ ആ ഖല്ലി ഖല്ലി എന്ന് പറഞ്ഞാൽ രണ്ട് തവണ പറയണമെന്നില്ല, ഖല്ലി എന്ന് പറഞ്ഞാലും മതി. പക്ഷെ സംസാരിക്കുമ്പോൾ ഖല്ലി ഖല്ലി, അവിടെ വിട്ടേക്ക് വിട്ടേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമല്ലോ, അതേ ഒരു ശൈലി തന്നെയാണ്. ഓക്കെ, ഇനി ഖല്ലി എന്ന വാക്കിൻ്റെ പിന്നെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഖല്ലി ജവാലക് അല ത്വാവില, ഖല്ലി ജവാലക് അല ത്വാവില, അതായത് നിൻ്റെ ഫോണ് ആ മേശപ്പുറത്തവിടെ വിട്ടേക്ക്. ഓക്കെ, അവിടെ വെക്ക് എന്ന അർത്ഥത്തിൽ ഖല്ലി ഉപയോഗിക്കാം. ഖല്ലി ജവാലക് അല ത്വാവില, ടേബിളിൻ്റെ മുകളിൽ അവിടെ വെച്ചേക്ക്. ലീവ് യുവർ മൊബൈൽ ഓൺ ദ ടേബിൾ, ലീവ് യുവർ മൊബൈൽ ഓൺ ദ ടേബിൾ, ആ മേശപ്പുറത്ത് അവിടെ വെച്ചേക്ക്, അവിടെ വിട്ടേക്ക്, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക എന്ന അർത്ഥത്തിലൊക്കെ പറയാം. ഓക്കെ, ചിലപ്പോൾ ജോലി സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മൾ മുദീറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയീസിനോട് പറയുമ്പോൾ ഖല്ലി ജവാലക അല ത്വാവില, നിൻ്റെ മൊബൈൽ അവിടെ വെക്ക്, എന്നിട്ട് പണിയിൽ ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഖല്ലി ജവാലക അല ത്വാവില, നീ നിൻ്റെ മൊബൈൽ മേശപ്പുറത്ത് വെക്ക് എന്ന അർത്ഥത്തിൽ. ഓക്കെ,
ഖല്ലി വെച്ചിട്ട് ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ പറയും, നീ അറിയുന്ന പോലെ ചെയ്യ്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ബാക്കി ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം, ബാക്കി എനിക്ക് വിട്ടേക്ക് എന്നൊക്കെ പറയുമല്ലോ. ചിലപ്പോൾ ജോലി സ്ഥലത്തേക്ക് പുതിയ ആളുകളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കാണ് കൂടുതൽ അറിയാവുന്നത് എങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ളവരോട് പറയേണ്ടി വരും. അപ്പോൾ അത് അറബിയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറയാം? നമുക്ക് പറയാം സൗവില്ലി താരിഫ് ഖല്ലിൽ ബാഗി അലൈ. ഓക്കെ, സൗവി ഇല്ലി താരിഫ്. സൗവി എന്ന് പറഞ്ഞാൽ നീ ചെയ്യ്, ഇല്ലി താരിഫ് നിനക്ക് അറിയുന്നത് നീ ചെയ്യുന്നതാണ്. സൗവില്ലി താരിഫ്, സൗവില്ലി താരിഫ് ഖല്ലിൽ ബാഗി അലൈ. ഖല്ലിൽ ബാഗി, ബാക്കി എന്ത് ചെയ്യുക, വിട്, അലൈ എൻ്റെ മേലേക്ക്, ലീവ് ഇറ്റ് അല്ലെങ്കിൽ ലീവ് ദ റെസ്റ്റ് ഓൺ മീ എന്ന് പറയും. ലീവ് ദ റെസ്റ്റ് ഓൺ മീ അല്ലെങ്കിൽ ലീവ് ദ റെസ്റ്റ് ടു മീ, ബാക്കി എനിക്ക് വിട്ടേക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൗവില്ലി താരിഫ്, നിനക്ക് അറിയുന്ന പോലെ നീ ചെയ്യ്, സൗവി ഇല്ലി താരിഫ് ഖല്ലിൽ ബാഗി അലൈ, ബാക്കി എനിക്ക് വിട്ടേക്ക് എന്ന്. അപ്പോൾ അവിടെയും ഖല്ല് ഉപയോഗിക്കാം. പിന്നെ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ പറയാം, ആ ഡോറ് അത് തുറന്നിട്ടേക്ക്, അല്ലെങ്കിൽ ആ ഡോറ് അടച്ചിട്ടേക്ക്, അടഞ്ഞു കിടന്നോട്ടെ എന്നൊക്കെ പറയുമല്ലോ. അതെങ്ങനെയാണ് നമ്മൾ പറയാം? ഓക്കെ, അപ്പോൾ തുറന്ന് കിടക്കട്ടെ അല്ലെങ്കിൽ അടച്ചു കിടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ തുറന്ന് കിടക്കട്ടെ, അടച്ചു കിടക്കട്ടെ എന്ന വാക്കിന് നമ്മൾ അതിൻ്റെ ഒരു പാസീവ് വോയിസ് രൂപത്തിലാണ് ഉപയോഗിക്കുക. ഓക്കെ, അറബിയിൽ മഫ്ഊൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ മഫ്തൂഹ് എന്ന് പറയും. മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ തുറന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് തുറക്കപ്പെട്ടത് എന്നർത്ഥത്തിലാണ് മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം. ഓക്കെ, ശരി. മുസക്കർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ്. ഓക്കെ, മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ ഓപ്പൺഡ് എന്നാണ്, മുസക്കർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഖല്ല് വെച്ച് പറഞ്ഞു നോക്കാം. ഖല്ലിൽ ബാബ് മഫ്തൂഹ്, ഖല്ലിൽ ബാബ് മഫ്തൂഹ്. ഓക്കെ, കീപ് ദ ഡോർ ഓപ്പൺഡ് എന്നാണ്. കീപ് ദ ഡോർ അല്ലെങ്കിൽ ലീവ് ദ ഡോർ ഓപ്പൺഡ്, ലീവ് ദ ഡോർ ഓപ്പൺഡ്. അല്ലെങ്കിൽ ഖല്ലിൽ ബാബ് മുസക്കർ, ലീവ് ദ ഡോർ ക്ലോസ്ഡ്, ഡോറ് അടഞ്ഞു കിടക്കട്ടെ അല്ലെങ്കിൽ ഡോറ് തുറന്ന് കിടക്കട്ടെ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഖല്ലി വെച്ചിട്ടുള്ള ഖല്ലി എന്നുള്ള കൽപ്പന ക്രിയരൂപത്തിൽ ഖല്ലി ഉപയോഗിക്കുമ്പോൾ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പല ഉദാഹരണങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വെക്കുക. ഇനി നമുക്ക് ഇനിയും ഒരു 3-4 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. ഹുവ ഖല്ലാനി വറാഹ്, ഹുവ ഖല്ലാനി വറാഹ്, അവൻ എന്നെ വിട്ടിട്ട് പോയി എന്നാണ് അർത്ഥം. ഹി ലെഫ്റ്റ് മീ, അവൻ എന്നെ വിട്ടിട്ട് പോയി. എങ്ങനെ? ഹുവ ഖല്ലാനി വറാഹ്. ഓക്കെ, അവൻ എന്നെ ഒഴിവാക്കി പോയി, വേറെ വഴിക്ക് പോയി. ഇൻ തഖല്ലീത് ഹാദ ശുഗൽ വറഹ്ത ലിസാനി അൽഹീൻ തബ്ഗാഹ് ഹാദ ഐബുൻ അലൈകി യാ അഹ്മദ്. ഓക്കെ, ഇൻ തഖല്ലീത് ഹാദ ശുഗൽ, ഈ ജോലി നീ ഉപേക്ഷിച്ചു. ഇൻ തഖല്ലീത്, നീ ഉപേക്ഷിച്ചു. ഹാദ ശുഗൽ, ഈ ജോലി നീ ഉപേക്ഷിച്ചു. വറഹ്ത ലിസാനി, എന്നിട്ട് മറ്റൊന്നിലേക്ക് നീ പോയി, മറ്റൊരു ജോലിക്ക് നീ പോയി. ഓക്കെ, എന്നിട്ട് അൽഹീൻ, ഇപ്പോ, തബ്ഗാഹ്, അത് നീ ഇത് നീ വീണ്ടും ആവശ്യപ്പെടുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആദ്യ ജോലിക്ക് പോയി, ജോലി വിട്ടിട്ട് വേറെ ജോലിക്ക് പോയി, ഇപ്പോൾ വീണ്ടും ഈ ജോലിക്ക് നീ വന്നിരിക്കുന്നു, ഇപ്പോൾ നിനക്കിപ്പോൾ ഈ ജോലി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻ തഖല്ലീത് ഹാദ ശുഗൽ, നീ ജോലി ഉപേക്ഷിച്ചു. വറഹ്ത ലിസാനി, എന്നിട്ട് രണ്ടാമതൊരു ജോലിക്ക് നീ പോയി, അല്ലെങ്കിൽ മറ്റൊരു ജോലി. സാനി എന്നുള്ളത് രണ്ടാമത് അല്ലെങ്കിൽ മറ്റൊരു എന്നർത്ഥത്തിലും സാനി ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റൊരു ജോലിക്ക് വേണ്ടി നീ പോയി. അൽഹീൻ തബ്ഗാഹ്, ഇപ്പോൾ നിനക്കിത് വേണം അല്ലെ. അൽഹീൻ തബ്ഗാഹ്. ഐബുൻ അലൈക് യാ അഹ്മദ്, ഐബുൻ അലൈക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിം ഓൺ യു എന്നാണ്. നിന്നെക്കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു, നിന്നെ ആലോചിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ്. ഓക്കെ, നാണക്കേട് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. ഐബ് അലൈക് യാ അഹ്മദ്, അഹ്മദെ നാണക്കേടാണ്, നിന്നെ ആലോചിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻ തഖല്ലീത് ഹാദ ശുഗൽ വറഹ്ത ലിസാനി. ഓക്കെ, നീ ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലിക്ക് പോയി. അൽഹീൻ തബ്ഗാഹ്, ഇപ്പോൾ നിനക്കിത് വേണം. ഐബുൻ അലൈക് യാ അഹ്മദ്, നാണക്കേടാണ്, ഷെയ്ം ഓൺ യു അഹ്മദ് എന്നാണ്. അക്കീദ് ബഖല്ലിക് വബറൂഹ് ഇദാ മാ തസദ്ദഖ്നി, അക്കീദ് ബഖല്ലിക് വബറൂഹ് ഇദാ മാ തസദ്ദഖ്നി. ഓക്കെ, ബഖല്ലിക് എന്ന് പറഞ്ഞാൽ ഐ വിൽ ലീവ് യു എന്നാണ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കും. വബറൂഹ്, എന്നിട്ട് ഞാൻ പോവും. നിന്നെ ഞാൻ ഉപേക്ഷിച്ച് പോവും എന്നാണ്. എങ്ങനെ പറയാം? ബഖല്ലീക് വബറൂഹ്. എന്താ കാരണം? ഇദാ മാ തുസദ്ദിഖ്നി എന്നാണ്.
സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ ബിലീവ് എന്നാണ്, വിശ്വസിച്ചു. സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു. തുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോൾ മാ തുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നില്ല. മാ തുസദ്ദിഖ്നി, നീ എന്നെ വിശ്വസിക്കുന്നില്ല. ഇദാ മാ തുസദ്ദിഖ്നി, നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ബിലീവ് മീ ഐ വിൽ ലീവ് യു, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഓക്കെ, ഐ വിൽ ലീവ് യു ആൻഡ് ഗോ. ഓക്കെ, അപ്പോൾ ബഖല്ലീഖ് വബറൂഹ് ഇദാ മാ തുസദ്ദിഖ്നി. അപ്പോൾ ഇദാ മാ തുസദ്ദിഖ്നി എന്നുള്ളത് ഒരുമിച്ച് സംസാരത്തിൽ ഒരുമിച്ച് പറയുമ്പോൾ ഇദാ മത്സദ്ദിഖ്നി എന്നാണ്. ഇദാ മത്സദ്ദിഖ്നി, ഇദാ മത്സദ്ദിഖ്നി. ഓക്കെ, അപ്പോൾ ബഖല്ലീഖ് വബറൂഹ്, അപ്പോൾ ഒരു അക്കീദ് ഉണ്ട് മുമ്പിൽ. അക്കീദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഡെഫിനറ്റ്ലി. അക്കീദ് ബഖല്ലീഖ് വബറൂഹ്, ഞാൻ ഉറപ്പായി ഞാൻ പോകും. ഇദാ മത്സദ്ദിഖ്നി, നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ. അക്കീദ് ബഖല്ലീഖ് വബറൂഹ് ഇദാ മത്സദ്ദിഖ്നി, ഇഫ് യു ഡോണ്ട് ബിലീവ് മീ ഐ വിൽ ലീവ് യു ആൻഡ് ഗോ എന്നാണ്. അപ്പോൾ ഖല്ലി എന്ന വാക്കിൻ്റെ, ഖല്ലി ഖല്ല ഈ വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു അർത്ഥം കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. മഅസ്സലാമ.